തിരഞ്ഞെടുക്കുന്ന കഥാപാത്രങ്ങൾ പോലെ തന്നെ തന്റെ വസ്ത്രങ്ങളും മേക്കപ്പും വൈവിധ്യമാർന്നതാണെന്ന് ഉറപ്പാക്കുന്ന ഒരു താരമാണ് നടി പാർവതി തിരുവോത്ത്. താരത്തിന്റെ ഫോട്ടോഷൂട്ട് ചിത്രങ്ങളും വീഡിയോകളും സോഷ്യൽ മീഡിയയിൽ പലപ്പോഴും ചർച്ചാ വിഷയമാകാറുണ്ട്. ഫിലിം ഫെയർ പുരസ്കാര വേദിയിലണിഞ്ഞ പാർവതിയുടെ ഔട്ട്ഫിറ്റ് സമൂഹ മാധ്യമങ്ങളിൽ വൈറലാകുന്നു. പൂക്കൾ നിറഞ്ഞ തിളങ്ങുന്ന ഹെവി വർക്കുള്ള കറുപ്പ് ഫ്രോക്കാണ് താരത്തിന്റെ വേഷം. പ്രകൃതി സുന്ദരി എന്ന ആശയം ഉൾക്കൊണ്ട് മരങ്ങളും പൂക്കളും പക്ഷികളും എല്ലാം നിറച്ചാണ് ഫ്രോക്ക് ചെയ്തെടുത്തിരിക്കുന്നത്. ഡീപ്പ് വീനെക്കാണ് ഫ്രോക്കിനെ ഗ്ലാമറസ് ആക്കിയിട്ടുണ്ട്. മിനിമൽ മേക്കപ്പാണ് താരം ഉപയോഗിച്ചിരിക്കുന്നത്. മുടി ചുരുട്ടി പുട്ടപ്പ് ചെയ്തതിനൊപ്പം സിൽവർ കളറിലെ ഹാങ്ങിങ് ബട്ടർഫ്ലൈയാണ് കാതിൽ അണിഞ്ഞിരിക്കുന്നത്. നിരവധി പേരാണ് പാർവതിയുടെ ലുക്കിനെ പ്രശംസിച്ച് കമന്റ് ചെയ്തിരിക്കുന്നത്. നടി ശ്രുതി ഹാസൻ മനോഹരം എന്നാണ് കമന്റ് ചെയ്തത്. ഹൈദരാബാദിൽ വെച്ചായിരുന്നു പുരസ്കാരദാനം. തെലുങ്ക്, തമിഴ്, കന്നഡ, മലയാളം, ചരിത്ര മേഖലയിൽ നിന്നുള്ള അഭിനേതാക്കൾ, സംവിധായകൻ, സംഗീത സംവിധായകൻ എന്നിങ്ങനെ നിരവധി പ്രമുഖരാണ് പുരസ്കാര ചടങ്ങിൽ പങ്കെടുക്കാനെത്തിയത്. വസ്ത്രധാരണത്തിന്റെ പേരിൽ ഒരുപാട് നടികൾക്ക് നേരെ വിവാദ പരാമർശങ്ങൾ നേരിട്ടിട്ടുണ്ട്. ആദ്യമായി വിവാദം നേരിടേണ്ടി വന്ന നടിയാണ് ദീപിക പദുക്കോൺ. മലയാളത്തിലാണെങ്കിൽ ഹണി റോസ്, അന്ന രാജൻ എന്നിവർ. അടുത്തിടെ ഏറ്റവും കൂടുതൽ വിവാദമായത് നടി അമല പോളിന്റെ വസ്ത്രധാരണമായിരുന്നു. പ്രസവം കഴിഞ്ഞ ആഴ്ചകൾക്കിപ്പുറമാണ് അമല പോൾ ഗേൾസ് കോളേജിൽ ലെവൽ ക്രോസിന്റെ ഫിലിം പ്രമോഷന് വന്നപ്പോഴുള്ള വസ്ത്രധാരണം ഏറെ വിവാദങ്ങൾ നേരിട്ടിരുന്നു. എന്നാൽ ഇപ്പോൾ പരാമർശങ്ങൾ നേരിടുന്നത് നടി പാർവതി തിരുവോത്താണ്. താരത്തിന്റെ ഈ ലുക്ക് ഒരു വിഭാഗം ആരാധകരെ ചൊടിപ്പിച്ചിരിക്കുകയാണ്. ഫിലിം ഫെയറിന്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ പങ്കുവച്ച വീഡിയോയ്ക്ക് താഴെയാണ് നെഗറ്റീവ് കമന്റ്സ് വന്ന് നിറയുന്നത്. ഇതാരാണ് മനസ്സിലായില്ല, അയ്യോ ആണുങ്ങളെ കണ്ടുകൂടാത്ത ചേച്ചി, നമ്മുടെ മൊയ്തീന്റെ കാഞ്ചനമാല ഇപ്പോ ഇങ്ങനെയായോ, നമ്മുടെ നാട് നേരിടുന്ന ദുരന്തം വല്ലതും അറിഞ്ഞായിരുന്നോ, ഇതാണ് വെറും ജാടയും കൊണ്ട് നടക്കുന്ന ഫെമിനിസ്റ്റും ഒരു നല്ല നടിയും തമ്മിലുള്ള വ്യത്യാസം. ഇതേ പ്രോഗ്രാമിന് വന്ന അപർണ പറയുന്നത് കേട്ടു നോക്കൂ എന്നിങ്ങനെ പോകുന്നു പ്രതികരണങ്ങൾ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോകൾക്കായി യോഗനാഥം ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.